മറുപടി കൂടി നൽകണം. കേരളത്തിൽ CPM-നോട് ഒരു അനുകൂല നിലപാട് BJP-ക്കുള്ളത് അഥവാ പൂർണ്ണമായും തള്ളിപ്പറയാത്തതിന്റെ കാരണം കോൺഗ്രസിനെ പരാജയപ്പെടുത്തി ഒറ്റക്കക്ഷിയാവുന്നതിൽ നിന്ന് തടയാൻ കേരളത്തിൽ CPM വേണം BJP-ക്ക് എന്നതാണ്. അനിൽകുമാർ. CPIM-ന് MP-മാരുടെ എണ്ണം കുറഞ്ഞപ്പോഴോ മൻമോഹൻ സിംഗിന് പ്രധാനമന്ത്രിയാകാൻ പറ്റിയില്ല. CPM-ന് 43 MP-മാരുണ്ടാവുകയും ഇടതുപക്ഷത്തിനാകെ 63 MP-മാരുണ്ടായപ്പോൾ ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി പോലും അല്ലാതിരുന്ന മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായി. അതിനർത്ഥം എന്താണ്? CPM-ന്റെ MP-മാരുടെ എണ്ണം കൂടിയാൽ BJP-ക്ക് അധികാരത്തിൽ നിന്ന് പുറത്തു പോകണമെന്ന് ഇന്ത്യ രാജ്യത്തിൻ്റെ രാഷ്ട്രീയം തെളിയിക്കുന്നു. പിന്നെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ഉണ്ടായെങ്കിൽ മാത്രമേ ഒരു തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ പറ്റൂ എന്നുള്ള ഈ BJP നേതാവിൻ്റെ വാദം എത്രയോ തെറ്റാണ്. രാജീവ് ഗാന്ധിയുടെ മരണശേഷം നരസിംഹറാവു എവിടുന്ന് വന്നു? മൻമോഹൻ സിംഗ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടേ ഇല്ല, 10 കൊല്ലം പ്രധാനമന്ത്രിയായി. ഞങ്ങളുടെ പോയിന്റ് ക്ലിയറാണ്. അവിടെ ബഹുമാനപ്പെട്ട ശ്രീകുമാർ സാറ് പറഞ്ഞ അല്ല സത്യം. ഇടതുപക്ഷ രാഷ്ട്രീയം ഞങ്ങൾ BJP-ക്കെതിരായിട്ട് ഇന്ത്യ രാജ്യത്തെ പൊസിഷൻ എടുക്കുന്നു. രണ്ടാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ്, ഞങ്ങളിൽ എത്ര പേർക്ക് വിശ്വാസം ഉണ്ടെന്നുള്ളതല്ല, ഞങ്ങൾ വിശ്വാസികൾക്ക് വേണ്ടിയാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ പോരടിക്കുന്നത്. എന്തുകൊണ്ട്? ന്യൂനപക്ഷക്കാർക്കും അവരുടെ വിശ്വാസം സംരക്ഷിക്കാൻ അവകാശമുണ്ട്. ശരി, വ്യക്തമാണ്. ഭൂരിപക്ഷ മതത്തിന്റെ പേരിൽ BJP വോട്ട് ചോദിക്കുന്നത് ആ വിശ്വാസത്തിന് വേണ്ടിയല്ല. ഇതാണ് ഞങ്ങളുടെ പൊസിഷൻ. ഈ പൊസിഷൻ ഞങ്ങൾ ക്ലിയർ ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദി വന്ന് കോലാഹലം ഉണ്ടാക്കിയാൽ അങ്ങനെ കുലുങ്ങാൻ പറ്റില്ല. അങ്ങനെ കുലുങ്ങുന്നതല്ല കേരളം. ഓന്തുലുത്തിയാൽ മരം കുലുങ്ങില്ല എന്ന് പറയുമല്ലോ. ഒരു ഓന്തുലുത്തിയാൽ മരം കുലുങ്ങില്ല എന്ന് പറയുമല്ലോ. കേരളം കുലുങ്ങില്ല. ഓന്തുലുത്തിയാൽ മരം കുലുങ്ങില്ല. ഈ BJP-ക്കാർ ഉളുത്താൻ വന്നാൽ കേരളം കുലുങ്ങില്ല. Debate with Arun Kumar.